അവളുടെ തെറ്റ് കാരണം ആ കുഞ്ഞ് മരിച്ചു പോയത്. ഞാൻ ആ കുഞ്ഞിനെ രക്ഷിക്കാനാ നോക്കിയത്. ഞാൻ ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ, വൈകിപ്പോയി. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നിങ്ങളോട് സത്യം എല്ലാം പറയണമെന്ന് കരുതിയതാ. പക്ഷെ കുഞ്ഞിന്റെ മരണത്തിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കരുതി വീട്ടിൽ പോയിട്ട് എല്ലാ സത്യങ്ങളും പറയാന്ന്. പക്ഷെ വീട്ടിൽ ചെന്നപ്പോ താനു വീണ്ടും എന്നെ തടയുക ചെയ്ത്. എന്നിട്ട് പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കരുത്, കാരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളുടെ വിഷമം കൂടുവന്ന്. നിങ്ങളുടെ ഇമോഷൻസ് മുതലെടുത്ത് അവള് വീണ്ടും എന്നെ സത്യം പറയാൻ അനുവദിച്ചില്ല. പക്ഷെ ഞാൻ മിണ്ടാതിരിക്കാൻ തയ്യാറായില്ല. എനിക്ക് സത്യം പറയണമായിരുന്നു. ഞാൻ വന്നിരുന്നു. പക്ഷെ അപ്പോഴാണ് നിങ്ങൾ സ്വയം എന്നോട് വീട് വിട്ടു പോവാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്റെ മുഖം പോലും കാണണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകണമെന്ന്. എനിക്ക് നിങ്ങളോട് സത്യം പറഞ്ഞിട്ട് സന്തോഷം കിട്ടിയില്ലല്ലോ. നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷം. പിന്നെ തനു എന്നോട് പറഞ്ഞിരുന്നു അവള് നിങ്ങളെ നന്നായി നോക്കിക്കൊള്ളൂന്ന്, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങളെ സന്തോഷിപ്പിക്കും, കൂടെ ഉണ്ടാവും എപ്പോഴും. ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നും അവളുടെ വാക്കുകൾ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ എന്റെ മനസ്സ് പോലെ നേരെ പ്രവർത്തിക്കില്ല. പിന്നെ എന്റെ മനസ്സ് പറഞ്ഞിരുന്നു അവള് പറയുന്നത് കള്ളമാണ്, അവളെ വിശ്വസിക്കരുതെന്ന്. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവള് ഈ നാടകം എല്ലാം കളിച്ചതെന്ന്. ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട് ഉപേക്ഷിച്ചിറങ്ങിപ്പോയി. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞു അവള് നിങ്ങളുടെ കൂടെ അല്ല, ആ നിഖിലിന്റെ കൂടെയാണെന്ന്. അതെനിക്ക് സഹിക്കാനായില്ല. ഞാൻ ആ നിഖിലിന്റെ വീട്ടിൽ പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരിവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണെന്ന്. എന്നെ പുറത്താക്കിയത് കൊണ്ട് അവരവിടെ ആഘോഷിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടേത് പോലും അല്ലാത്ത ആ കുഞ്ഞിനെ ഓർത്ത് കരയായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളെയും മൊബൈലിൽ റെക്കോർഡ് ചെയ്തതാ. എന്നിട്ട് ഞാൻ നിങ്ങളെ തേടി വന്നു. പക്ഷേ Wow. And the award for the best story goes to Miss Priya Menon. Wow. എന്ത് അടിപൊളി സ്റ്റോറിയാണ് നീ ഉണ്ടാക്കിയത്. എന്തൊരു ടാലന്റാണ് നിനക്ക്. ഒരെണ്ണം ചോദിച്ചാൽ 10 എണ്ണമല്ലേ കിട്ടുന്നത്. കുറച്ച് ഇവിടെ നിന്നെടുത്ത്, കുറച്ച് അവിടെ നിന്നെടുത്ത്, പിന്നെ നിന്റെ ക്രിയേറ്റിവിറ്റിയും കൂടെ ചേർത്ത് ക്ലൈമാക്സിൽ എത്തിച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കി. പിന്നെ നിന്റെ ഈ കഥ ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ, നിന്നെ വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. എന്താണെന്നറിയോ, നിന്റെ ഈ കഥ ഞാൻ മുമ്പും കേട്ടിട്ടുള്ളതുകൊണ്ട്. നിനക്കറിയോ നിന്റെ ഏത് കാര്യമാണ് എനിക്ക് വ്യത്യസ്തമായി തോന്നിയെന്ന്? ഏറ്റവും ആദ്യം നീ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ നീ എന്നോട് പറഞ്ഞത് നീ എൻ്റെ കുഞ്ഞിനു വേണ്ടിയാ ഈ വീട് വിട്ടിറങ്ങുന്നതെന്ന്. അതിന് നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടി നീ നിന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നുവെന്ന്. അതിന് അവകാശം കിട്ടാൻ വേണ്ടി നീ എല്ലാ അവകാശങ്ങളും വിട്ടെറിഞ്ഞു പോകുന്നുവെന്ന്. ഇൻ ഷോർട്ട്, നീ എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്നെ വിട്ടിട്ട് പോകുന്നുവെന്ന്. രണ്ടാമത് നീ എന്നെ വിട്ടിട്ട് പോയപ്പോൾ നീ പറഞ്ഞു എൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ എന്നെ വിട്ടിട്ട് പോകുന്നതെന്ന്. ഇനി നീ ഇത് പറയ്, ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ അതോ എൻ്റെ തോന്നലോ? ഈ കഥ കേൾക്കുന്നത് വേറെ ആരാണെങ്കിലും കരഞ്ഞു പോകും. പക്ഷെ ആ കരയുന്നവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. Let me finish. നീ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ ശരിക്കും എന്താ വിചാരിച്ചെന്നറിയോ? എൻ്റെ കുഞ്ഞിന് വേണ്ടിയാന്ന്. അതിന് എൻ്റെ അവകാശം കിട്ടാൻ വേണ്ടിയായിരിക്കുമെന്ന്. അതിന് നല്ലൊരു ഫ്യൂച്ചർ കിട്ടാനായിട്ട്. എൻ്റെ മനസ്സിൽ നിന്റെ സ്ഥാനം ഒരുപാട് മുകളിലായിപ്പോൾ. നിന്നെ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ നിന്നെ മിസ് ചെയ്യുമായിരുന്നു. നീ വിട്ടുപോകുമ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും നീ തിരിച്ചു വരുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഭഗവാനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫിൽ നീ തിരിച്ചു വരാനായിട്ട്. പക്ഷേ നീ തിരിച്ചു വന്നു ഒരു കാര്യം പറയാനായിട്ട്. നീ നിന്റെ പേരിൽ നിന്ന് എൻ്റെ പേര് കളഞ്ഞു എന്ന് പറയാനല്ല, എനിക്കുള്ളതെല്ലാം നിന്റെ പേരിലാക്കി എന്ന് പറയാൻ. നിങ്ങൾ സ്വയം എല്ലാം എൻ്റെ പേരിലാക്കി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നത് നീ എനിക്ക് വേണ്ടി നിന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്നുവെന്നാണ്. പക്ഷെ അത് നിന്റെ ചതിയാണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അങ്ങനെ നീ എന്നെ നിന്റെ എംപ്ലോയി ആക്കി.
എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ മുഴുവനും നിന്റെ വേലക്കാരുമാക്കി. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. നീ എന്നെ കല്യാണം കഴിച്ചത് എൻ്റെ പൈസയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന്. കാരണം എൻ്റെ പൈസ, എൻ്റെ പ്രോപ്പർട്ടീസ്, എൻ്റെ കമ്പനി, കോപ്പി റൈറ്റ്സ് എല്ലാം നീ സ്വന്തമാക്കിയില്ലേ? നിനക്ക് തനുവിൻ്റെ കുഞ്ഞിനെ പറ്റി അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് നീ ആ കാര്യത്തെ നല്ല രീതിയിൽ മുതലെടുത്തു. സത്യസന്ധമായ കഥ ഇത് തന്നെയാണ് മിസ് പ്രിയ മേനോൻ. കാരണം സത്യം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്നോട് ചെയ്തൊക്കെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ നിനക്ക് സംഭവിച്ചൊക്കെ ഇവിടെ ആർക്കും അറിയാവുന്ന, ആർക്കും അറിയില്ല. കാര്യം അതൊക്കെ കള്ളമായിരുന്നു, വെറും കള്ളത്തരങ്ങൾ. സത്യം എന്താന്ന് വെച്ചാൽ പ്രണയം, വിശ്വാസം, ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ശരിക്കും നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ? ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ നീ എൻ്റെ അച്ഛമ്മയെക്കുറിച്ച് പോലും ഓർത്തില്ല. അച്ഛമ്മ നിന്നെ മരുമകളായിട്ടല്ല കണ്ടത്, ഒരു മോളെ പോലെയല്ലേ നിന്നെ സ്നേഹിച്ചത്. പൈസയ്ക്ക് വേണ്ടി നീ നിന്റെ അമ്മയെ പോലും ചതിച്ചില്ലേ? നിന്റെ ജീവിതത്തിൽ നീ കാണിച്ചതെല്ലാം കള്ളമായിരുന്നു. നിന്റെ താലി, നിന്റെ സിന്ദൂരം, നിന്റെ പ്രണയം, അങ്ങനെ മതി. എന്റെ പ്രണയം കള്ളമല്ല. എന്റെ പ്രണയം കള്ളമല്ല. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷെ നിങ്ങളോടും അച്ഛമ്മയോടുള്ള എന്റെ സ്നേഹം കള്ളമാണെന്ന് പറയരുത്. എന്റെ പ്രണയം സത്യമായതുകൊണ്ട് ഞാൻ തിരികെ വന്ന്. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാനാകില്ല. എനിക്ക് പിന്നെ ഒരു ജീവിതവും ഇല്ല, ഒരു അസ്തിത്വവും ഇല്ല. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുമ്പോഴേ ഈ സത്യം എനിക്ക് മനസ്സിലായത്. നിങ്ങളിൽ നിന്ന് അകന്നപ്പോഴും ഒരു കാര്യം ഞാൻ പഠിച്ചത്, ഒരു വ്യക്തി എത്ര ശക്തിയുള്ളവനാണോ അവരുടെ ശത്രുക്കളുടെ എണ്ണവും കൂടിയിരിക്കും. ആ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ തിരികെ വന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു വ്യക്തി നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. ഒരാള് നിങ്ങളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. മറ്റൊരാള് നിങ്ങളുടെ പൈസ തട്ടിയെടുക്കാനും പിന്നൊരാള് നമ്മളെ തമ്മിൽ അകറ്റാനും നോക്കി. ഞാൻ നിങ്ങളെ എല്ലാത്തിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവര് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പൈസ തട്ടിയെടുക്കാതിരിക്കാൻ എല്ലാം ഞാൻ എന്റെ പേരിലാക്കി. എന്റെ രൂപം മാറ്റി നിങ്ങളുടെ ശത്രുവായി മാറി. കാരണം ഞാൻ നിങ്ങളുടെ ശത്രുവായി മാറാതെ എനിക്ക് ഇവരെ നേരിടാനാകില്ല. എനിക്കൊരു ശത്രുക്കളുമില്ല. എന്റെ ലൈഫിൽ ഫാമിലിയും ഫ്രണ്ട്സും പിന്നെ ഫാൻസും മാത്രമേ ഉള്ളൂ. എന്റെ ലൈഫിൽ ഞാൻ സമ്പാദിച്ചത് സ്നേഹമാണ്, അല്ലാതെ ശത്രുതയല്ല. ശത്രുക്കൾ എന്താണെന്ന് എനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു. പക്ഷെ നീ എന്റെ ലൈഫിൽ വന്നതെന്നാണോ അന്ന് മുതൽ ഞാൻ ശത്രുത എന്താണെന്ന് അറിഞ്ഞു തുടങ്ങി. എന്നിട്ട് നീ ഇപ്പോഴും കഥ മെനയുകയാണല്ലോ. നീ എന്തായാലും വീണ്ടും തിരിച്ചു വന്നത് പണത്തിന്റെയും ആർഭാടത്തിന്റെയും കൊതി കൊണ്ട് തന്നെയാ. എന്റെ കൂടെ ജീവിച്ചപ്പോൾ നിനക്ക് കിട്ടിയ ലൈഫ് സ്റ്റൈൽ നീ അത് ഉപേക്ഷിച്ച് പോകാൻ തയ്യാറല്ലായിരുന്നു. പിന്നെ നീ ഇതും ചിന്തിച്ചു കാണും. നീ ആ ലൈഫ് സ്റ്റൈലിന് വേണ്ടി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആരുടെയും മുന്നിൽ കൈനീട്ടാനും ആഗ്രഹിച്ചില്ല. അങ്ങനെയൊന്നുമല്ല. എനിക്കതൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കാനാകും. ജീവിക്കാൻ പറ്റാത്തത് നിങ്ങളില്ലാതാകുമ്പോഴാ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയാറില്ല. ദയവ് ചെയ്ത് നിന്റെ ഈ ആക്ടിങ് ഒന്ന് നിർത്ത്. നീ ഇങ്ങനെ കരഞ്ഞു കാണിച്ചു എന്ന് വെച്ച് കള്ളം ഒരിക്കലും സത്യമാവില്ലല്ലോ. പ്രണയത്തിന് എന്തും മാറ്റാൻ കഴിയും. ഞാൻ ഇതൊക്കെ ചിന്തിച്ച് വിശ്വസിച്ച് പ്രതീക്ഷയോടെ തിരിച്ചു വന്നത് നമ്മുടെ പ്രണയം നമ്മുടെ ജീവിതം മാറ്റുമെന്ന് കരുതി തന്നെയാ. പക്ഷെ ശത്രുക്കൾ അത് മുതലെടുത്തു. ഇനിയും നിനക്കെന്താ? ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. ഞാൻ നിങ്ങളോട് എല്ലാം പറയും ആദ്യം മുതൽ. കാരണം എനിക്ക് ഓരോ ദിവസവും ഓർമ്മയുണ്ട്. ആ ഓരോ ദിവസവും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ശത്രുവായി നിന്നു. പക്ഷെ അതിന്റെ ശിക്ഷ ഞാൻ സ്വയം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നു, പക്ഷെ നിങ്ങളോട് പറയാൻ കഴിയില്ലായിരുന്നു. എല്ലാ ദിവസവും നിങ്ങളുടെ കണ്ണുകളിൽ എന്നോടുള്ള ശത്രുത ഞാൻ കണ്ടു. ഓരോ ശ്വാസവും ഞാൻ ശ്വസിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അന്ന് ഞാൻ ആ വീട് ഉപേക്ഷിച്ച് പോയതിന്റെ ശരിക്കുള്ള കാരണം ഞാൻ കരുതി താനും നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണെന്ന്. അവള് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കരുതി നിങ്ങൾ ഒരുമിച്ചാൽ സന്തോഷമായിരിക്കും കരുതി. എനിക്ക് തോന്നി തനു നിങ്ങൾക്ക് ആ സ്നേഹം തരുമെന്ന്. എനിക്ക് ഒരിക്കലും തരാൻ കഴിയാത്തത്. അപ്പൊ ഞാൻ കരുതി എല്ലാവരുടെയും നന്മയ്ക്ക് ഞാൻ ഈ വീട് ഉപേക്ഷിക്കുന്നത് തന്നെ നല്ലതെന്ന്. അതുകൊണ്ടാ വീട് വിട്ടിറങ്ങിയത്. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുകയായിരുന്നു. അപ്പോഴാ അറിഞ്ഞത് നിങ്ങൾ കല്യാണത്തിന് തയ്യാറായി. നിങ്ങളുടെ എൻഗേജ്മെന്റ് ഉടനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഒരുപാട് കരഞ്ഞു. എങ്കിലും എനിക്ക് സന്തോഷം തോന്നി. നിങ്ങൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവുമല്ലോ എന്നോർത്ത്.
അന്ന് ഞാൻ ശരിക്കും നിങ്ങളെ കൺഗ്രാചുലേറ്റ് ചെയ്യാനാ ആ വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയിട്ട് നിങ്ങളെ ഞാൻ ഒരുപാട് തെരഞ്ഞു. നിങ്ങളെ കണ്ടില്ല, പക്ഷെ തനുവിനെ കണ്ടു. ഞാൻ കൺഗ്രാചുലേഷൻ പറയുന്നതിന് മുൻപ് അവൾ ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതെ, അതെനിക്കറിയാം. അബിക്ക് ഈ കുഞ്ഞിന്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ നിനക്കറിയാലോ, അബി എന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവാണ്. പിന്നെ ഈ കുഞ്ഞ് നിന്റെ ആയാലും അബിയുടെ ആയാലും എന്താ വ്യത്യാസം? അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് ടെൻഷനായി. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി.